നൂലിത ഒന്ന് ആഞ്ഞ് തള്ളടോ പോവട്ടെ അങ്ങനെ പോവട്ടെ എന്ന് പറഞ്ഞ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആവട്ടെ എന്ന് പറഞ്ഞു തള്ളു ആവട്ടെ തല്ലടാ. ആശാനെ എനിക്ക് വയ്യ, ഞാൻ എന്റെ വീടിന്റെ മുമ്പേ ഒന്ന് തള്ളാൻ തുടങ്ങിയാണ്. ആശാൻ നിന്റെ അതിരുന്ന് സൂചിച്ചാ മതി. സുഖിക്കേ അനക്ക് പുറത്തുനിന്ന് അങ്ങനെ പലവും പറയാട്ടോ. ഇതാ ഈ ഇതിന്റെ ഉള്ളിൽ ഒരു ദിവസം തന്നെ കയറ്റി ഇരുത്തു ഞാൻ. അന്ന് ഇയാൾക്ക് മനസ്സിലാക്കും അതിന്റെ വിഷമം. അപ്പൊ അതൊക്കെ വിടാവുന്നു, എനിക്ക് തൊടാറായിട്ടില്ല. ഏതോ ഡ്രൈവിംഗ് പഠിക്കാന്ന് പറഞ്ഞാൽ ഓടി കയറി അങ്ങോട്ട് വണ്ടിയിൽ ഇരിക്കാൻ പറ്റില്ല, പ്രാക്ടിക്കൽ ആവണോ. എന്തോന്ന് പ്രാക്ടിക്കൽ ആശാന്? ഇന്നലെ പെട്രോൾ ഇല്ലെന്ന് പറഞ്ഞ് എന്നെ തള്ളിച്ച്, ഇന്നിപ്പോ സെൽഫ് അടിക്കുന്നില്ലെന്ന് പറഞ്ഞ് വീണ്ടും തള്ളിക്കുന്നു. എന്നെ ഒരു ദിവസമെങ്കിലും ഇതിന്റെ അകത്തൊന്ന് കയറ്റുമോ? 10-60 ദിവസമായി ആശാന്റെ കൂടെ ഞാൻ നടക്കണത്. ഏടാ അങ്ങനെ തന്നെയാണ്. ഈ എവിടേക്കാ നോക്കണ്? എവിടേക്ക് എന്താ എന്റെ ആവശ്യം? അതൊന്നും ആയിട്ടില്ല. ഡ്രൈവിംഗ് പഠിക്കാന്ന് പറഞ്ഞതൊക്കെ കൂടി തന്നെയാണ്. എനിക്കിപ്പോ ഈ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഈ ഒരു പാണ്ടി ലോറിയിൽ എനിക്ക് ഒരു പണി കിട്ടി. ഈ അതായിട്ട് പോകുമ്പോ വണ്ടി വഴിയിൽ വെച്ചിട്ട് കേടായ എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ പിടുത്തം കിട്ടിയില്ലേ? മനസ്സിലായി. ആശാന്റെ കൂടെ ഇങ്ങനെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ പാണ്ടി ലോറിയല്ല കപ്പൽ ഓടിക്കും. കപ്പല് എവിടെ നിന്ന് കിട്ടി ആശാൻ ഇങ്ങനെ ഒരു സാമാനം? കഴിഞ്ഞെടുക്കാൻ അങ്ങനെ തന്നെ. അതായത് മാസം 10-40 കുട്ടികള് ഡ്രൈവിംഗ് പഠിക്കണ വണ്ടിയാണിത്. 10-25 കൊല്ലമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് വരെ ഈ വണ്ടി കണ്ട ബഹുമാനിച്ച് മാറി വെക്കും. അതവർക്ക് ജീവന് കൊതിയുള്ള ഉണ്ടാവും. എനിക്ക് വണ്ടി ഡ്രൈവിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ പോയി വണ്ടി തന്നെ. ഇപ്പൊ കൂടുതൽ വർത്താനം പറഞ്ഞ പോയി വണ്ടി തന്നെ. ഞാൻ ആർക്കുള്ള ഒരു സാധനത്തിന് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എവിടേക്കാ പോണേ? അയ്യോ ഈ വണ്ടി ഒന്ന് തള്ളി പോയിക്കോ. ബിരിയാണി എന്നാ ദഹിക്കണ്ടേ? പോട്ടെ പോട്ടെ. അപ്പൊ രണ്ടായിട്ട് ഇപ്പൊ തീരും കൊണ്ടില്ല വണ്ടി. അങ്ങോട്ട് തള്ളടോ. ചെരുപ്പ് ഉണ്ടായിരുന്ന ഒരാളിനെ ആ പഹൻ തള്ളി പറഞ്ഞയച്ചു. ഞാൻ തള്ളു. പോട്ടെ 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 പോട്ടെ. ഞാൻ വിളിക്കാം. ഒരു ടെസ്റ്റിലാണ്. അതെ, അറക്കാണ്ട് നേരെ അങ്ങോട്ട് ഓടിക്കുക. അല്ലാത്ത പേടി ഈ പേടിക്കാൻ കണ്ട് നേരെ ഓടിച്ചാൽ മതിയാകും. ഇല്ല, മുമ്പോട്ട് എങ്ങനെയെങ്കിലും ഓടിക്കാം, പക്ഷെ പുറകോട്ട് ഓടിക്കുന്നതാണ് പേടിക്കണ്ട. ഞാൻ എന്റെ കൂടെ ഇല്ലപ്പോ. ഈ പറഞ്ഞൊന്നും മനസ്സിലായില്ല എനിക്ക്. കണ്ട കാലം പറഞ്ഞല്ലേ. കമ്പി അങ്ങനെ തറ വീണല്ലോ. അത് ഞാൻ അടുത്ത് കുത്തിക്കോളാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ കിടന്നിട്ട് ബേജാറടിക്കാണ്ട് ഒന്നും അറിയാത്തതായിരിക്കും. ഇങ്ങനെ നല്ല ഇതില് ഇക്ക് നന്നായിട്ട് ഓടിക്കാറ്. അങ്ങനെ ഇവര് ടെസ്റ്റ് ചെയ്യുമ്പോ അവര് അതൊക്കെ നോക്കും. അപ്പൊ എനിക്ക് ഒട്ടും പേടിയില്ലാത്ത പോലെ വേണം ഈ വണ്ടി എടുത്ത് പോവാനായിട്ട്. ഈ ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ ന്യൂട്രലാക്കാദ്യം ഒക്കെ പറഞ്ഞല്ലേ. ഇനി സ്റ്റാർട്ട് ചെയ്തോ. ഗിയറിലല്ലടാ നമുക്ക് ഇടാൻ പറഞ്ഞു. ന്യൂട്രലിട്. അതാണ് കിടന്നത്. അപ്പൊ പിന്നെ എങ്ങനെ വണ്ടി ആറിന് ഗിയർ ഇടാൻ പറഞ്ഞു? ഗിയറിലിടല്ലേന്ന്, ന്യൂട്രലിക്കാക്കാന്. ന്യൂട്രൽ. അഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയറിലിടണോ? അഞ്ഞ് ബ്രേക്ക് ഇതാപ്പോ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ചാട്ടി ഈ ദജ്ജാലിനൊക്കെ എങ്ങനെ പഠിപ്പിക്കുന്നതാണ്? ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, സമാധാനത്തില് മെല്ലെ എടുത്ത് പോയാൽ മതി കേട്ടോ. അങ്ങനെ മെല്ലെ എടുത്ത് പോ. ഗിയർ ഫസ്റ്റിലേക്ക് ഇട്ടില്ലേ, അഞ്ഞ് മെല്ലെ ക്ലച്ചിന്ന് കാലെടുത്ത് മെല്ലെ വണ്ടി എടുക്ക്. എന്താ ദജ്ജാലെ കാട്ടണ? എന്നോട് മെല്ലെ പോവാൻ പറഞ്ഞില്ലേ? ഞാൻ മെല്ലെയാണ് പോയത്. മെല്ലെ പോയപ്പോ സ്പീഡ് കൂടി പോയി. ഒന്നാമത്തെ ഈ സമാധാനത്തിലാവാതെ എന്നിട്ട് മെല്ലെ ഗിയറിലേക്ക് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാല് മെല്ലെ ക്ലച്ചൊന്ന് കാലെടുത്തിട്ട് സാവകാശം മെല്ലെ അങ്ങനെ എടുക്കാൻ പാടില്ലോ. ഇനി അത് പോട്ടെ. ഇനി ബാക്കിലേക്കാണ്. ഞാൻ അവിടെ ഒരു വെള്ള കപ്പ് നിലത്തിട്ടുണ്ട്. ഈ അവിടെ എത്തുമ്പോ തിരിച്ചാ കറക്റ്റ് ആയിട്ട് കമ്പിയുമ്പോ മുട്ടാണ്ട് അങ്ങോട്ട് തിരിയും. ഞാനിങ്ങനെ വണ്ടിയിൽ നിന്ന് വെള്ള കപ്പ് എടുക്കും. അല്ലാ, ആ കപ്പ് എടുക്കണ്ട. അതവിടെ കിടന്നോട്ടെ. എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ അത് അവിടെ ഇട്ടേക്കണാണ്. എനിക്കറിയാൻ ആ സ്ഥലം അറിയാൻ വേണ്ടിട്ട്. അവിടെ എത്തുമ്പോ ഈ പിടിച്ചോ സ്റ്റിയറിംഗ് എങ്ങനെ പിടിക്കും? ആ കമ്പി നോക്കിട്ട് തട്ടാണ്ട് മെല്ലെ എടുത്തിട്ട് പോ. മെല്ലെ പതുക്കേട്ടാ. റിവേഴ്സ് ഗിയർ ഇട്. ഫ്രണ്ടിലേക്കല്ല, റിവേഴ്സ് ഗിയർ ഏതാണ്? എന്തിനാണ് ഇങ്ങനെ ഇതിപ്പോ പറിച്ചെടുക്കോയത്? ഇത് വീണില്ല. ക്ലച്ച് ചവിട്ടിട്ട് മെല്ലെ അങ്ങോട്ട് തട്ടിക്കൊണ്ടിട്. മെല്ലെ ഇട്. ഇങ്ങനൊന്നും കാട്ടണ്ട. ഇതിലാവട്ടെ, എടുക്ക്. റിവേഴ്സ് എടുക്ക്. ഒന്നും കാണാൻ പറ്റണില്ല. ക്ലച്ചുമെന്ന് കാലെടുത്താലല്ലടാ വണ്ടി പോവാ. മെല്ലെ എടുക്ക്. അതെ
മെല്ലെ മെല്ലെ പോയാ മതി. ഈ നോക്കിയിട്ട് മെല്ലെ പോയാൽ ഈ മിററിലാണ് നോക്കണ്ടത്. ഇങ്ങനെയൊന്നും കാട്ടണ്ട. മെല്ലെ എടുക്ക്. മെല്ലെ ക്ലച്ചൊന്ന് കാലെടുക്കാൻ പിടിക്കണം. സ്റ്റീരിംഗ് പിടിക്കണം. ചവിട്ട് 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 ചവിട്ട്. വേണ്ട വേണ്ട, കമ്പി കമ്പി ചവിട്ട് ചവിട്ട്. ഇത് നേരെ പോവാ. നേരെ പോയിട്ട് ഈ ഇങ്ങോട്ട് ബാക്ക് എടുക്കുമ്പോ തിരിയണം. ഈ ഒന്നിന് കണ്ണാടിയിൽ നോക്കിയിട്ട് അത് ആ കമ്പിനോട് ചേർത്തെടുക്ക. ഈ പുറത്തേക്കൊന്നും വരണ്ട, അവിടെ ഇരിക്ക്. അല്ല ഈ ഇവിടുത്തെ കമ്പി, ഈ കമ്പി കണ്ടോ? ആ കമ്പി കണ്ട? ആ കമ്പി കണ്ടോ? ഈ കമ്പി നോക്ക്. കണ്ടു. ഇതിന്റെ ദാപ്പത് പറഞ്ഞുതരാം. ഈ കമ്പിനോട് ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ ചേർത്ത് എടുക്ക. അപ്പൊ ഫ്രണ്ടിലത്തെ കമ്പിമ്മ തട്ടൂല. ഇങ്ങനെ ചേർത്ത് എടുക്ക. മനസ്സിലായോ? അപ്പൊ അവിടെ നിന്ന് തിരിയേണ്ടത് ഏത് കമ്പിയാണ്? ആ കമ്പിമേ ഈ കമ്പിമേ ഈ കമ്പി ഉണ്ടോ? അവിടെ ഇരിക്കുക നമുക്ക്. ഈ കമ്പി ഈ കമ്പിയുടെ അവിടെ ഇതാ ഇതേനെ ചേർത്തെടുക്ക. ഇതേനെ ഇങ്ങനെ ചേർത്തെടുക്ക. നീ മെല്ലെ എടുത്തോ, വണ്ടി എടുത്തോ. മെല്ലെ കേട്ടോ, മെല്ലെ മെല്ലെ. കമ്പി ഉണ്ട്. എന്ന് പറഞ്ഞാ കമ്പി വെക്കാം. കമ്പി തട്ടി ഒന്നങ്ങോട്ട് കമ്പിമ്മ നോക്കാൻ പറഞ്ഞില്ലേ? ബാക്കിലേക്ക് പോ. ബാക്കിലേക്ക് കമ്പിമ്മ തട്ടാണ്ട് ബാക്കിലേക്ക് പോട്ടാ. അല്ലേ? ആ ബാക്കിലേക്ക് പോ. ബാക്ക് ഇതിന് ചേർത്തെടുക്കാൻ പറഞ്ഞല്ലേ? മതി. ഇതുമ്മ തട്ടാണ്ട് ഇതുമ്മ ചേർത്തെടുക്ക്. ഇതുമ്മ തിരിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യ്. വണ്ടി ഓഫായി. എവിടുക്ക പോണത്? എച്ച് പറഞ്ഞിട്ട് ഡബ്ല്യു ആണല്ലോ നമുക്ക് വരക്കണത്. എച്ച് എടുക്കാൻ പറഞ്ഞ ഡബ്ല്യു എടുക്ക. എനിക്ക് പേടി. അതിന് പോവാൻ പറഞ്ഞല്ലേ? ഫ്രണ്ടിലേക്ക് എടുക്ക. ആ കമ്പി പോയി. മെല്ലെ ഓടിക്ക. അതാ കമ്പി. അതിന്റെ മുകളിൽ തെച്ചാൽ എന്താ കാട്ട്? മതി. നിർത്ത്. അന്നെന്താ ചാവി കൊടുത്ത് വിട്ടേക്ക്? അതാച്ചാലേ കറക്റ്റ് ആയില്ല. ഒറ്റ കമ്പി ഇനി ബാക്കി ഇവിടെ വീഴാനില്ല. മതി നിർത്തിക്കോ. ഇറക്ക്. എന്റെ കറക്റ്റാവണ്. എന്നാടാ ഇഞ്ഞിത് പഠിക്കുക? ഇത്തവണ എത്ര പേരുണ്ടായി സ്റ്റുഡന്റ്? 34 പേര്. കുറച്ചല്ലോ. എന്റെ കോയ 34 പേരെ ഡ്രൈവിംഗ് ടെസ്റ്റ് നിർത്തിയിട്ട് ഒരു 2 പേരെങ്കിലും വളയം പിടിപ്പിക്കാനൊന്ന് നന്നായിട്ട് പഠിപ്പിച്ചു വിടുള്ളൂ. അന്ന് പറഞ്ഞത് നന്നായിട്ട് പഠിപ്പിച്ചിട്ടുള്ള അസലായിട്ട് ഓടിക്കും. ഞാൻ ഇവിടെ ഇരുന്ന് കാണണ്ടായി താൻ ഒച്ചോളി ഇടുന്നത്. അല്ല എന്താ സാറേ, എന്താ കാര്യം അറിയോ? അപ്പൊ നിങ്ങള് ഇവിടെ ഇരിക്കല്ലേ, അപ്പൊ അതിന്റെ ഒരു വിഷമം അത് ആർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. എനിക്ക് ചെയ്യാൻ കഴിയണതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ക്യാമറയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ എല്ലാവരും കാണുന്നത്. അല്ല ഇതിപ്പോ എന്താ വെച്ചാല് ഇപ്പൊ നന്നായിട്ട് വണ്ടി ഓടിക്കും. ഇപ്പൊ വണ്ടി ഓടിച്ച ആള് ഇപ്പൊ സാറിന്റെ വണ്ടി ഒന്ന് ഓർത്ത് നോക്ക്. അസലായിട്ട് ഓടിക്കും. ലാസ്റ്റ് ഓടിച്ചവനാ? ഇപ്പൊ ഓടിച്ചില്ലേ? അവൻ നന്നായിട്ട് ഓടിച്ച്. ഞാൻ കണ്ടുവിടാ. എന്താ പറയാ, ഇപ്പൊ ഈ യൂണിഫോം കൂടെ കാണുമ്പോഴേ ഒരു വേറെ അടിന്നോട്ട് ഇങ്ങോട്ട് ഉണ്ടാവും. ഞാൻ ഒരാള് യൂണിഫോം ഇട്ട് ഇവിടെ ഇരുന്നിട്ട് അവന് വേറെ. ഇവൻ റോട്ടിൽ കൂടി ലൈസൻസ് കിട്ടി വണ്ടി ഓടിക്കാൻ പോകുമ്പോ അവിടെ പോലീസുകാരെ കണ്ട് ഇവരൊക്കെ ഇടിച്ചു കൊല്ലുമല്ലോ. ഇങ്ങനെ പറിച്ചാല് എച്ചെടുക്കാൻ വന്നവനെ W ആണ് എടുപ്പിക്കണം. കാലം കുറെ അല്ലോടു താൻ ഈ കൈലൂത്ത് തുടങ്ങിയിട്ട്. ചെയ്യണ്ടായി വേണ്ട പോലെ അത് ചെയ്യണം. അതല്ല ഞാൻ പറഞ്ഞുള്ളൂ. 34 പേരെ കൊണ്ടുവരുമ്പോ ആരെങ്കിലും ഒരുത്തൻ ഓടിക്കണ്ടേ? ഇതൊക്കെ റോട്ടിൽ ഓടിക്കണ്ടേ അല്ലേ? ആളുകളുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് ഇവനൊക്കെ വണ്ടി കയറി ഇരുന്നിട്ട്. ആ ലൈസൻസ് ഒക്കെ ഞാൻ ശരിയാക്കാം. മറ്റു കാര്യങ്ങൾ എങ്ങനെ? ഞാന് സാധാരണ പതിവുമാതിരി തന്നെ അവിടെ വീട്ടില് വരണ്ട. അവിടെ ഒരു മാല. ഇത് മണ്ടോദരി മാഡത്തിന്റെ ഫയലാണ്. അപ്പൊ എന്തിനാ സാറ് ഇവിടെ എടുത്ത് വെച്ചിരിക്കണേ? എനിക്കറിയില്ല ഇത് ആര് വെച്ചോന്തോ. ആര് വെച്ചാ? ഇന്നലെ സാറ് തന്നെ എടുത്ത് വെച്ചേ. ഫോണ് വന്ന് നോക്കുമ്പോ ഒരു വൃത്തി കാണണേ. ഫോൺ അടിക്കണം. ഫോൺ എടുക്ക്. സാർ എടുത്തോ. ഫോൺ എടുക്ക് മണ്ടോദരി മാഡം. ഹലോ, ഇന്നിങ്ങോട്ട് വരണ്ട. ഇവിടെ ഭയങ്കര പരിശോധനയാ. മിന്നലാണോ ഇടിയാണോ എന്നൊക്കെ വരുമ്പോ അറിയാം. എന്തൊക്കെ അറിയണം സാറേ? മിന്നൽ പരിശോധനയാണോന്ന്? ആരാ? മിന്നൽ പരിശോധനയാണെങ്കിൽ 1 മാസം മുമ്പേ നമ്മൾ അറിയില്ലേ? സത്യശീല ആരാതെ? സാറേ എടോ ഫാൻസി നമ്പർ കൊടുത്തന്റെ ഫയൽ എവിടെ? എവിടെ? അത് നമ്മുടെ സുദർശന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കൊണ്ടുപോയതാ. ഏജന്റ് സുദർശന്.
അല്ല, അത് കഴിഞ്ഞിട്ട് എന്റെ കൈ കൊണ്ട് തന്നായിരുന്നു. എന്നിട്ട് അത് എവിടെ? ആ മറ്റേ ശിവൻ വന്ന് ചോദിച്ചപ്പോ ഞാൻ എടുത്ത് കൊടുത്തു. ഏത് ശിവൻ? ആ മറ്റേ ഏജന്റ് ശിവൻ. അതെ, ആർടിഒ വരുമ്പോ നിങ്ങൾ ഇത് തന്നെ പറയണം. എടാ നോക്കി നിൽക്കാതെ അയാളെ വിളിച്ചത് കൊണ്ടുവരാൻ പറയണോ? അത് കൊണ്ടുവരാൻ പറയൂ. അല്ലെങ്കിൽ വേണ്ട, വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ആ ഫയലായിട്ട് നേരെ ഇങ്ങോട്ട് വരും. ആർടിഒന്റെ മുന്നിൽ ബന്ധപ്പെട്ടാൽ ആകെ പ്രശ്നമാവും. അതാണ്. പിന്നെ ഏജൻസി കൊണ്ടുവരുന്ന ഒരപേക്ഷയും ഇന്ന് സ്വീകരിക്കണ്ട, നേരിട്ട് വരുന്നത് മാത്രം സ്വീകരിച്ചാൽ മതി. സാറേ, ക്യാഷ് ബാലൻസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കുന്ന ആളുകൾ കയ്യിൽ നിന്ന് കൂട്ടി വെക്കുക. കൂടുതലാണോ കുറവാണോ? കുറവ്. തൽക്കാലം ഞാൻ തരാം. 650 രൂപ. ഇത് 660 ഉണ്ട്. പിന്നെ തന്റെ ബാഗിൽ എത്ര പൈസ ഉണ്ട്? അത് ഞാൻ എണ്ണിയില്ല. എണ്ണി നോക്ക്. ഈ ഇടയിൽ എത്ര ഉണ്ട്? എന്റെ കയ്യിലൊന്നുമില്ല. എത്ര പൈസ ഉണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തി വെക്കേ. അധികം കാശ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് സമാധാനം പറയേണ്ടി വരും. സാറേ, ഇന്നിപ്പോ മിന്നൽ പരിശോധനയാണോ? എടോ, മിന്നലായാലും ഇടിയായാലും ഇവിടെ എന്തൊക്കെയോ കൃത്രിമമുണ്ട്. അത് ഇന്ന് അന്വേഷിക്കും. ഇന്നലെ വരെയുള്ളതൊക്കെ രജിസ്റ്ററിലാക്കിയോ? ആ, ഏജന്റുമാര് കൊണ്ടുവന്നൊക്കെ രജിസ്റ്ററിലാക്കി. എല്ലാം ആക്കി സാറേ, എല്ലാം ആക്കി. ഇനി ഏതെങ്കിലും രജിസ്റ്ററിലാക്കാനുണ്ടെങ്കിൽ അത് ഉടനെ ആക്കണം. ഇനി ഒന്നുമില്ല, എല്ലാം ആക്കിയല്ലോ. ബാക്കിയുണ്ട്. ഉണ്ടെങ്കിൽ അത് വേഗം ചെയ്യണം. വേഗം ചെയ്യണം, വേഗം ചെയ്യണം. ഹലോ, എന്താ RC ബുക്കിൽ പേര് മാറ്റാനോ? അത് ഏതെങ്കിലും ഏജന്റിനെ ഏൽപ്പിക്കണോ? എടോ, വിഡ്ഢിത്തരം വിളിച്ചു പറയാതെ. ഈ വിളിച്ചത് RTO ആണെങ്കിലോ? അല്ലല്ല, RTO അല്ല സാർ. അത് തനിക്ക് എങ്ങനെ അറിയാം? ആരാ? അവിടെ അവര് വെച്ചു, ഫോൺ വെച്ചു. സാറേ, എപ്പോഴും പറയണ പോലെ അങ്ങ് പറഞ്ഞു പോയതാ. ഈ പോസ്റ്റിൽ അയക്കേണ്ട ലൈസൻസ് മുഴുവൻ അയച്ചോ? ഇല്ല, കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ട്. സാർ ഒപ്പിട്ടത്. ഒപ്പിട്ടത് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അത് ഡെസ്പാച്ച് രജിസ്റ്ററിൽ കൊള്ളിച്ചതാണോ? അതെ. എടോ, എന്ന അതെല്ലാം ചുരുട്ടിക്കെട്ടി സാറ് വരുന്നതിന് മുമ്പ് എവിടെയും കൊണ്ടുപോയി വെക്കേ. സാറ് വരുന്നതിന് മുമ്പ് എവിടെയും കൊണ്ടുപോയി വെക്കേ. സാറേ, അങ്ങനെ വച്ചിട്ട് എന്താ കാര്യം? എന്താ കാര്യം? ഈ പോസ്റ്റ് ഓഫീസിലെ റെസിപ്റ്റ് എങ്ങനെ ചോദിച്ചാലോ? അത് ശരിയാ, ചോദിച്ചാലോ? എടോ, ഇരിക്കുന്ന ഫയലെല്ലാം ഓർഡറിൽ വെക്കണം. അതെട്, ഇതെട്, മറ്റേതിട്, മറിച്ചേതിട് എന്നൊക്കെ പറയും. സാർ എന്ത് ചോദിച്ചാലും നമ്മൾ പതറരുത്. കടുപ്പിച്ച് ചോദിച്ചാ ഞാൻ വിറച്ചു പോവും സാറേ. ഞാൻ വിറച്ചു പോവില്ലേ സാറേ? പക്ഷെ എന്താ അറിയോ, ചിലപ്പോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ വാക്കുകൾ കിട്ടില്ല. എടുക്കണ്ട, അല്ലെങ്കിൽ എടുത്തോ. ഹലോ, കോയ, അത് ഞാൻ കൊടുത്തയക്കാം, ഞാൻ എത്തിച്ചേക്കാം. പക്ഷെ ഇന്ന് വരണ്ട. ശരി. ഏജന്റ് കോയയാ. അയാളുടെ ഒരു 10-30 പേർക്ക് ലൈസൻസ് കൊടുക്കാനുണ്ട്. അതെന്താ കൊടുക്കാത്തെ? അത് ഞാൻ എഴുതി വെച്ചതാ. എന്നിട്ട് കെയർ ഓഫ് കോയാന്ന് കവറിലിട്ട് ഒട്ടിച്ച് വെക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അയാള് വന്നിട്ട് ഞങ്ങളെ കാണേണ്ട പോലെ കണ്ടില്ല, അതുകൊണ്ട് കൊടുത്തില്ല. എന്റെ ദൈവമേ, എങ്ങനെയെങ്കിലും ഒന്ന് പെൻഷനായാ മതിയായിരുന്നു. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. വരൂ സാർ, ക്യാബിനിലേക്ക് പോ. ഈ സാറിന്റെ വയറ് മുമ്പത്തെക്കാട്ടിലും കുറെ കുറഞ്ഞല്ലേ? മിണ്ടാതിരിക്കും സാറേ. വേറെ ഏത് ഓഫീസിൽ നടക്കും ഇത്? തലേ ദിവസം ജോലിക്ക് വന്നിട്ട് പിറ്റേ ദിവസത്തെ ഒപ്പിട്ടിട്ട് പോയിരിക്കുക, എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ടുമില്ല. അല്ല സാർ, അത് ഇന്ന് സാറ് വരണ തിരക്ക് കാരണം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എൻ്റെ സുഗതൻ സാറേ, ഇത് ഇന്നത്തെ കാര്യമല്ല. ഇത് ഇന്നലെ ജോലിക്ക് വന്നിട്ട് ഇന്നത്തെ ഒപ്പിട്ടിട്ട് പോയിരിക്കുക, എന്നിട്ട് ആൾ സീറ്റിൽ ഇത്ര സമയമായിട്ട് വന്നിട്ടുമില്ല. ക്യാഷ് രജിസ്റ്റർ എടുക്ക്. വരവിനേക്കാളും 424 രൂപ അധികം ഉണ്ടല്ലോ. അയ്യോ, അങ്ങനെ വരാൻ വഴിയില്ലേ സാർ? 650 രൂപ കുറവായിരുന്നു. അത് ഞാൻ എൻ്റെ പേഴ്സിൽ നിന്ന് എടുത്താണ് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തത്. എടാ, ഒന്നാമത് ഈ ഓഫീസിനെ കുറിച്ച് പരാതിയാണ്. ഫോണിലൂടെ പരാതി, രേഖാമൂലം പരാതി, അത് വഴിയെ നടന്നു പോകുന്നവർ വിളിച്ചു നിർത്തി പരാതി. ഇവിടെ കൃത്യമായിട്ട് RC ബുക്ക് നൽകുന്നുണ്ടോ? ഉണ്ട് സാർ. ലൈസൻസോ? അതുണ്ട്. നേരിട്ടാണോ അതോ ഏജന്റുമാർ വഴിയാണോ? 2 വഴിയുണ്ട് സാർ. കാശ് അവർ നേരിട്ട് തരുമോ അതോ അതിനും വേറെ ഏജന്റ് ഉണ്ടോ? ഞാൻ വാങ്ങാറില്ല സാർ. അപ്പൊ ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ വാങ്ങുന്നതിന്റെ പങ്ക് പറ്റും അല്ലേ? ഇല്ല സാർ, ഒരിക്കലും ഇല്ല. ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന അവരുടെയൊക്കെ രജിസ്ട്രേഷനും ലൈസൻസും ഒക്കെ ഉള്ള ബുക്കും എടുക്കുക. സാറേ, അത് എന്താ അങ്ങനെ ഒരു ബുക്ക് ഇവിടെ ഇല്ലേ? ഉണ്ട്. അതാ സെക്ഷനിലെ ഓഫീസറുടെ മേശയ്ക്കകത്താണ് സാർ. ആ സാറിന്ന് ലീവാ. എന്താ അയാളുടെ പേര്? സുമേഷ്. ഓ, അപ്പൊ അയാളാണ് ഇവിടെ ഇന്നത്തെ ഒപ്പ് ഇന്നലെ ഇട്ടിട്ട് പോയ ആള്.
അല്ല അത് എടോ ഇങ്ങനെ പോണെങ്കിൽ ഈ ഓഫീസ് അധികം മുന്നോട്ട് പോവില്ല. ഇല്ല സാർ. ഈ തൊപ്പിയൊക്കെ അങ്ങ് തെറിക്കും. അതെ സാർ. എന്താ അതെ സാർ? ഇല്ല സാർ. എവിടെ പോണു? എനിക്ക് പരാതി പറയുന്നുണ്ട്. കണ്ട ചാക്കനും പോക്കനും എന്റെ ഉള്ളിൽ കയറ്റി വിടാൻ പറ്റില്ല. പരാതി ഒക്കെ എഴുതി തരണം. തന്നു പോയിട്ട് നാളെ വാ. പരാതി നമുക്ക് നാളെ തരാം. ഞാൻ എഴുതിയ സാറിന് വായിക്കാനൊന്നും പറ്റുന്നില്ല. എന്താ അങ്ങനെ? ഞാൻ എഴുതിയ വായിക്കാൻ പറ്റില്ല സാറിന്. പോയി കാണാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ നേരിട്ട് പോയി പരാതി പറഞ്ഞോളാം. തന്റെ പരാതി എന്താ വെച്ചാൽ ഇങ്ങോട്ട് പറഞ്ഞോ. ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ശരിയാവില്ലെന്ന് എനിക്ക് സാറിന്റെ അടുത്ത് വേണം പറയാൻ. പക്ഷേ അവരവിടെ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ അങ്ങോട്ട് പോകാൻ പാടില്ല. ഇപ്പൊ അങ്ങോട്ട് പോകാൻ പാടില്ല. ഒരു പരാതി പറയാനില്ല, ആരും ഒന്നും പറയാനൊന്നുമില്ല. എന്താ ഇപ്പൊ പോവല്ലോ? അതിന്റെ ഇപ്പൊ പോകാൻ പറ്റാത്ത അതിന്റെ അകത്ത് എന്താ മണിയറ എങ്ങനെയാണോ? ചെറുക്കനെ പെണ്ണിനെ എനിക്കൊന്ന് കാണണം. പോയി ആരാള്? ആ കുറച്ചു ദിവസമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അല്ല ഇനി നമ്മളെ കുറിച്ചേ പരാതി പറയാൻ വന്നതാണോ? അങ്ങനെ ഒരു പരാതി നമുക്കെതിരെ വരില്ല. വരില്ല. അതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഭാഗ്യം. ഭാഗ്യം. ഈ ഏജന്റുമാരില്ലായിരുന്നെങ്കിലേ പൈസ വാങ്ങാൻ നമ്മൾ കുറെ പാടുപെടേണ്ടി വന്നേനെ. പാടുപെടേണ്ടി വന്നേനെ. എന്താ കാര്യം? സാറേ ഞാൻ ഒരു പരാതി പറയാൻ വേണ്ടി വന്നതാണ്. എന്ത് പരാതി? സാറേ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിട്ട് ഇപ്പോൾ 1 മാസത്തോളമായി. ഇതുവരെയായിട്ട് ലൈസൻസ് കയ്യിൽ കിട്ടിയിട്ടില്ല സാർ. ഇവിടെ ഒന്ന് ചോദിക്കുമ്പോൾ പറയും എന്താ പേപ്പർ കൊടുക്കാനുണ്ടെന്ന്. ഏജന്റിനോട് ചോദിക്കുമ്പോൾ പറയും ഇവിടുത്തെ ഓഫീസിലെ കുഴപ്പമാണെന്ന്. എനിക്ക് ലൈസൻസ് വേണം സാർ. ഏതാ സ്കൂള്? കോയ ഡ്രൈവിംഗ് സ്കൂൾ. എടോ കഴിഞ്ഞ മാസം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനമാണോ അത്? അത് ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ചിട്ടില്ല സാർ. അവിടെ ഡെമോൺസ്ട്രേഷൻ ഹാൾ ഉണ്ടോ? അറിയില്ല. വെതർ പ്രൂഫ് പാർക്കിംഗ് ഉണ്ടോ? കണ്ടിട്ടില്ല. ഓ കഷ്ടം. എന്താണ് സാർ അത്? ഇറങ്ങണ പുറത്ത്. എനിക്ക് ലൈസൻസ് ഒക്കെ ഞാൻ വന്നിട്ട് തരാം. നിങ്ങളെയൊക്കെ ജോലിക്ക് ഇരുന്നാൽ ഞങ്ങളെ പോലുള്ളവർക്ക് എന്ത്? അവിടെ ഇവിടെ ഹലോ. പറഞ്ഞോളൂ. ഏജന്റ് മുഖാന്തരം കൊടുത്തതാണോ അതോ നേരിട്ട് കൊടുത്തതാണോ? നേരിട്ടിട്ടോ? റെസിപ്റ്റ് നമ്പർ എന്ന് പറയൂ. അതൊന്ന് എഴുതിത്തോളൂ. ശരി. ഫോൺ നമ്പർ ഒന്ന് പറയാം. അതൊന്ന് എഴുതിത്തോളൂ. പറ. ശരി. ആയിക്കോട്ടെ, ഞാനൊന്ന് നോക്കിയിട്ടേ തിരിച്ചു വിളിക്കാം കേട്ടോ. ഏജന്റുമാരുടെ കൊടുത്ത് തീർത്തിട്ടില്ല, പിന്നെയാണ് ഇപ്പൊ നേരിട്ട്. ഈ ബോർഡൊന്നും തെളിഞ്ഞിട്ടില്ലല്ലോ. അല്ലാതെ തുടക്കത്തിൽ നല്ല തെളിച്ചുണ്ടായിരുന്നേ. ഇതാണ് സ്ഥലം. ആശാനെ, മോയാശാനെ. എന്താ സാറന്മാരെ രണ്ടാളും കൂടിയിട്ട്? ഞാൻ വണ്ടിക്ക് ഇത്തിരി പണി ഉണ്ടായിരുന്നേ. ഈ സാധനം കൊണ്ടാണോ വണ്ടി പണിയുന്നത്? അല്ല, അത് ഈ കുറ്റിക വെച്ച് തട്ടിയാ പൊളിഞ്ഞു ചാടും. പഴയ തകരല്ലേ. അപ്പൊ ഇതുകൊണ്ട് മെല്ലെ അങ്ങനെ ഒന്ന് തോണ്ടി കൊടുക്കുക. ടൈം ടേബിൾ എടുക്കും. ടൈം ടേബിൾ ഡൈനിങ് ടേബിൾ ഇവിടെ ഇല്ല, വീട്ടിലാണ്. ഡൈനിങ് ടേബിൾ അല്ല, ടൈം ടേബിൾ എടുക്കാൻ. ഡൈനിങ് ടേബിളോ? ഇനി എന്താ പള്ളിക്കൂടപ്പത്? ഡ്രൈവിംഗ് സ്കൂൾ നടത്തണമെങ്കിലേ പഠിപ്പിക്കുന്ന സമയം ബോർഡ് എഴുതി തൂക്കണം. സുഗതൻ സാർ ചോദിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. ഇയാൾക്ക് ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളോ? ഈ വണ്ടി അല്ലാണ്ട് പിന്നെ വേറെ ഏത് വണ്ടിയാ? 10-25 വർഷമായിട്ട് ഞാൻ ഈ കുട്ടികളെ പഠിപ്പിക്കണ ഈ വണ്ടിയിലല്ലേ. ഒരു ബാച്ചിൽ എത്ര പേരെ പഠിപ്പിക്കാറുണ്ട്? അത് പറച്ചോണ്ട് കുതിർത്തോണ്ട് ഒരു 10-40 കുട്ടികൾ എന്തായാലും ഉണ്ടാവും. ഒരു ബാച്ചിൽ 16 പേര് കൂടുതൽ പാടില്ല എന്നറിയാമോ? ഇവിടെ ക്ലാസ് എടുക്കുന്ന സ്ഥലം? അധ്യാപകരൊക്കെ എവിടെ? അവരെ യോഗ്യതയൊക്കെ എന്താ? എന്ത് യോഗ്യതയാണ് സാറേ? വേറെ യോഗ്യത ഒന്നും ഇല്ലാത്തോണ്ടാണല്ലോ ഇപ്പൊ ഈ ആദ്യം പണിക്കൊക്കെ ഇറങ്ങണത്. ഇന്നിപ്പോ പഠിപ്പിക്കാൻ സ്കൂളും ക്ലാസ്സും ഒന്നും ഇന്നില്ല. ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കണ എന്റെ ഇടയിൽ എന്തെങ്കിലും കൊച്ചു വർത്താനം പറയുമ്പോ അതിന്റെ കൂട്ടത്തില് എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ക്ലാസ്. കമ്പ്യൂട്ടറൈസ്ഡ് ലെക്ചർ ഹാൾ ഇല്ല ഇവിടെ. നിങ്ങളുടെ ഈ വാഹനം സുരക്ഷിതമായ സ്ഥലത്താണോ പാർക്ക് ചെയ്യുന്നത്? ഈ വണ്ടിയോ? അതെ, അതായത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുമ്പോ വണ്ടി പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കണം. സാറേ, ഈ വണ്ടി എവിടെ കൊണ്ടുപോയെടുത്താലും ആരും എടുത്തോണ്ട് പോകാനാണ് ഈ 10-25 മാസം പഴക്കമുള്ള വണ്ടി. ഞാൻ അതന്നല്ല ഇനി എടുത്ത് കൊണ്ടുപോകാൻ നോക്കിയാൽ എന്നെ ഇവിടുന്ന് സ്റ്റാർട്ടാവണ്. ഞാൻ തന്നെ കാരണം ഇത് സ്റ്റാർട്ടാവണ വെച്ചാ. ഇവിടെ ഡെമോൺസ്ട്രേഷൻ ഹാൾ ഉണ്ടോ? ഡെമോൺസ്ട്രേഷൻ ഹാൾ ഉണ്ടോ? ഡെക്കറേഷനൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. എന്തിനിപ്പോ ഡെക്കറേഷൻ എന്താ ഇവിടെ കല്യാണം ഉണ്ടോ? ഡെമോൺസ്ട്രേഷൻ ഹാൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ വാഹനത്തിന്റെ എഞ്ചിൻ, ഗിയർ ബോക്സ് ഇതെല്ലാം പ്രദർശിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം അതെവിടെ? എന്തിനാണ് ഈ പ്രദർശിപ്പിക്കണത്? അതൊക്കെ ഈ വണ്ടിയുടെ ഉള്ളിലുള്ള സാധനങ്ങളല്ലേ. മാസം എന്തായാലും ഒരു 4-5 പണി എന്റെ വണ്ടിക്ക് വരാറുണ്ട്. കുട്ടികളൊക്കെ അത് നോക്കി പഠിക്കും.
അതിനിപ്പോ വേറെ അയച്ച് വെച്ച് കാണിച്ചു കൊടുക്കണം എന്തിനാണ്? സുഗത, സാർ 10/2014 ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറക്കിയ ഉത്തരവ് ഇയാൾ പാലിച്ചിട്ടില്ല. ഇല്ല സാർ. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ 24-ാം വകുപ്പിലെ 3-ാം ഭാഗത്തിലെ നിർദ്ദേശങ്ങൾ ഇയാൾ അനുസരിച്ചിട്ടില്ല. ഇല്ല. പക്ഷെ ഈ നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കണമെന്ന് ഞാൻ രേഖാമൂലം അറിയിച്ചിരുന്നു സാർ. രേഖാമൂലം അറിയിച്ചതിന് എത്ര കിട്ടി? ഞാൻ കൈക്കൂലി മേടിക്കാറില്ല സാർ. വാങ്ങണ്ട. സത്യസന്ധനാണെങ്കിൽ എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല? മറ്റുള്ളവർ മേടിക്കുന്നുണ്ടല്ലോ സാർ. എടോ, ഇവരെ പോലുള്ള കുറെ ഏജന്റുമാരും നിങ്ങളെ പോലുള്ള കുറെ ഉദ്യോഗസ്ഥരും ചേർന്ന് കുറെ അവന്മാർക്ക് ലൈസൻസ് കൊടുക്കും. ഇവന്മാർ റോഡിൽ ഇറങ്ങി സകല അപകടങ്ങളും ഉണ്ടാക്കുന്നത്. ഇതിനെതിരെ ഞാൻ നടപടി എടുക്കും. സാറേ നിങ്ങൾ എന്റെ ഈ മോന്തായ മുക്കൊന്ന് നോക്കി. എന്താ എന്റെ ഈ മോന്തായ എവിടെയെങ്കിലും കണ്ടായിട്ട് നിങ്ങൾ ഓർക്കുണ്ടോ? എനിക്ക് ഓർമ്മയൊന്നുമില്ല. 10-25 കൊല്ലം മുമ്പ് ഞാൻ ഈ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്ന സമയത്ത് അന്ന് നിങ്ങളൊരു ഓഫീസിൽ ക്ലർക്കാണ്. അന്ന് ആദ്യമായിട്ട് 10 ഉറുപ്യ കൈക്കൂലി കൈനീട്ടായിട്ട് തന്ന ഈ ഞാൻ. അത് പിന്നെ അന്ന് 10 രൂപയ്ക്ക് വില ഉണ്ടായിരുന്നു. 10 ഉറുപ്യക്ക് വില കൂടുന്ന പോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ സ്വഭാവത്തിന് വില വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ സാധന സാമഗ്രികളൊന്നും ഉണ്ടാക്കി കൂട്ടിയിട്ട് ഈ സ്കൂൾ കൊണ്ടു നടത്താൻ പറ്റില്ല. സാറുള്ള കാര്യം പറയാലോ. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് നടപടി അല്ല, എടുക്കാം. ആയിക്കോട്ടെ. നിങ്ങൾ ആ നടപടി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് നടപടിയാ ചെയ്യുന്നത് വെച്ചെങ്കിൽ അത് ഞാൻ അങ്ങോട്ട് മാസം ചെയ്താൽ പോരെ. ഇതൊക്കെ ഉണ്ടാക്കണ നേരം പിന്നെ ഇപ്പൊ ഇതിവിടെ ഡെക്കറേഷൻ ചെയ്തുള്ള കായ് കളയാനായിട്ട് നല്ലേ. നിങ്ങൾ അത് പറയും. നിങ്ങൾക്ക് എന്താണ് മാസം ഞാൻ എത്തിക്കേണ്ടത് വെച്ചാൽ അത് പറയും. അല്ല, ഈ എത്തിക്കാന്നൊക്കെ പറയുമ്പോ അത് എത്തിക്കഴിഞ്ഞേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വേണ്ട, നിങ്ങളിപ്പോ കയ്യോടെ തന്നെ എന്റെ അതിനുള്ളത് ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോയിക്കോണം. പിന്നെ ഞങ്ങൾക്ക് തോന്നുമ്പോ എങ്ങനെ വെച്ചാൽ നിങ്ങൾ വന്ന അതിനനുസരിച്ച് ഉള്ളത് ഞാൻ തരും. ഇത് ഞാൻ വാങ്ങത്തില്ല. എന്നാ പിന്നെ ആരാ വാങ്ങുക? വാങ്ങിക്കും. അല്ല സാർ, ഞാൻ നേരിട്ട് ഇതുവരെ വാങ്ങി ശീലിച്ചിട്ടില്ല. എന്നാ പിന്നെ പോട്ടെ സാറേ, നിങ്ങൾക്ക് സൗകര്യമുള്ള സാറേ, ഇങ്ങനെയാ ഓരോന്ന് ശീലിക്കുന്നത്. മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കണം കേട്ടോ. മനസ്സിലാവണൊക്കെ മേടിക്കാം. നിങ്ങൾ പറഞ്ഞൊന്നും പൊരുത്തം കിട്ടിയിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ മേളിൽ വേറെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റൊന്നൊക്കെ മേടിച്ചു വെക്കും. ആയിക്കോട്ടെ. വണ്ടി കഴിയൊന്നും സാറേ എന്റെ ലൈസൻസ് ശരിയായോ? നിന്റെ ലൈസൻസോ? ആ ഓഫീസിൽ ഇരിക്കുന്ന പാവങ്ങൾക്ക് 10-100 രൂപ കൊടുത്ത് മേടിക്കാൻ നോക്കടാ. ന്യായം